ഒരുപാട് കാലത്തിന് ശേഷം മഴ വന്നിട്ട് ബസ് സ്റ്റോപ്പ് കയറി നിന്നതാ. എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചാൽ പൂനൂർ പോവാണ്. ഡാഡിനെ മമ്മിനെ ഒന്ന് കാണണം, അതാണ്. അപ്പോൾ അതിൻ്റെ കാർ എൻ്റെ കയ്യിലില്ല. കാർ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അവൻ്റെ വണ്ടി വീട്ടിൽ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അതും എടുത്തിട്ട് ഞങ്ങളിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ മഴ, ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരാളൊരുണ്ട്. ഒരു ചന്ദ്രനിൽ പോകാൻ നിൽക്കുക. എൻ്റെ പൊന്നോ, ഈ ഹെൽമെറ്റിന് എന്ത് വെയിറ്റ്, എന്നെ മിക്കവാറും തലവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. ഇവിടെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, അപ്പുറത്തെ സൈഡിലും മഴ പെയ്യുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിലും മഴ പെയ്യുന്നുണ്ട്. ഈ നടുക്കൊരു സ്ഥലത്ത് മറന്നു പോയതാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കയറിക്കുക. ഇതിൻ്റെ വെയിറ്റ് അതാക്കാൻ പറ്റാത്ത. അപ്പോൾ 2 വീലർ നേരിയ കാലത്തിന് ശേഷം പോകലുണ്ട് എൻ്റെ കൂടെ ഉള്ളിയിരിക്കൊക്കെ. നല്ല വെയിറ്റപ്പോൾ കാണത്തില്ല കൈ. ഏതായാലും ബാക്കി ഇതൊന്നും അയച്ചാലട്ടെ, ഒറ്റ കൈ കൊണ്ട് അയക്കാൻ പറ്റുന്നില്ല. പൂനൂർക്ക് പോകുന്ന വഴിക്ക് ഉപ്പിലിട്ടത് കണ്ടപ്പം മേടിച്ചതാട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഉപ്പിലിട്ട പേരയ്ക്കയും ഉപ്പിലിട്ട മാങ്ങയും മേടിച്ചു കേട്ടോ. കുറേ കാലത്തിന് ശേഷം കേട്ടോ അത്ര ലോങ് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എന്താ പറയുക, ഉപ്പും മുളകൊക്കെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നേ, പേരക്കൻ്റെ അകത്ത്. ചിലയിടത്തു നിന്ന് പേരക്ക വാങ്ങി കഴിക്കുമ്പം അതേപോലെ തന്നെ ഉണ്ടാവും, ഒരു ഉപ്പോ പുളിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്കിതൊന്നും ശീലമില്ലാത്തതാണ്, എനിക്ക് ടാസ്ക് ഉണ്ട്. പിന്നെ മഴ പെയ്ത് കയറി നിന്നത് ഒരു ചൂരൽ കസേര ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ. അപ്പം അത് കുറേ നോക്കി നിന്നു. കാരണം എന്താ പറയുക, ഈ ഒരു വെറുമൊരു ചൂരലാണ് ഇങ്ങനെ ഒരു കസേരയാക്കി എടുക്കുന്നത്. ഈ ചൂരൽ തന്നെ പണ്ട് സ്കൂളിൽ ടീച്ചർ തല്ലുന്നത് ഓർമ്മാവുക. അപ്പോൾ അത് കുറേ നോക്കി നിന്ന്. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു 2 കോട്ട് മേടിച്ചോടായിരുന്നു എന്ന്. അപ്പം കോട്ട് ഓൾറെഡി വീട്ടിലുണ്ട് കേട്ടോ, എടുക്കാൻ മറന്നതായിരുന്നു. പക്ഷെ അത് കേട്ടപ്പോൾ ശരിക്കും ചിരി വന്നു കേട്ടോ. അങ്ങനെ എന്തിനാ ചിരി വന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, കോട്ട് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു പോയതാട്ടോ. മഴ പെയ്തിൻ്റെ വൈക്കപ്പൊക്കെ പോയോ. ചെരുപ്പ് നനയ്ക്കാൻ പറ്റാത്ത ചെരുപ്പാ പോയോ. കൂടി വരുന്നോ, മഴ കൂടി വരുന്നോ. ഇവിടെ തരിക മന്ദിരത്തിൽ വന്ന് ഇതൊന്നും കാണി. അയ്യേടേ നിർത്തടേ. അയ്യോ എൻ്റെ ചെരുപ്പ്. 2 വീലറിന് പോണോല്ലേ ഞാൻ സമ്മതിച്ചു മക്കളെ.
എൻ്റെ നനയ്ക്കാൻ പറ്റാത്ത ചെരുപ്പ്, എൻ്റെ മേക്കപ്പ് ഒക്കെ പോയോ. നീ ഇവിടെ ചന്ദ്രനിൽ പോവാടെ? ഞാൻ പ്യാരക്ക കോട്ടൻ ചായയും ദിയക്കിട്ടൊരു പരസ്യം കൊടുക്കുക. ദിയന്റെ ഗ്ലാസ്സാണ്. ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ഓ വണ്ടിയില്ല, കാറില്ലാത്ത പോലെന്ന് ഞാൻ സമ്മതിച്ചു. എന്തോ ഒരു സ്ഥലത്ത് കയറി നിൽക്കുന്നറിയോ. ഒരാളുടെ ഒരു 2 കോട്ട് ആൾ തന്നെ ഉണ്ട്. 2 കോട്ട് ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞതാ. ആരും കാണണ്ട ടയർ. സമപ്രായം അല്ലേ വേണ്ട, സമവലുപ്പത്തിൽ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എൻ്റെ മോന് ബ്രാൻഡ് ഷൂ മാത്രമേ, ബ്രാൻഡല്ലേ ഓനെല്ലാം എടുക്കല്. ഒക്കെ ഓന് കുറച്ച് എന്താ പറയുക, പപ്പ കുറച്ച് റിച്ച് എന്ന് പറഞ്ഞില്ല അതിന്. ഓനങ്ങനെയാ, അവൻ്റെ പപ്പ ചെറുതിലേ തൊട്ടിട്ട് അങ്ങനെയാണ് ശീലിപ്പിച്ച്. ഓൻ്റെ ഓരോ ഷൂ ഓനെടുത്തിടും. 2 ഇപ്പോൾ ഒരേ സൈസാ. അത് കളിയാക്കിയതാ. പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയതെന്തോ ഇവന് പറ്റാത്ത ഏതൊരു മോഡലാണ്. ഇത് ബാറ്റൻ്റെ ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവർ 2 ആളുള്ള തല്ല. കമ്പറത്ത് പോയിട്ടാരടാ. വീട്ടിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ടയർ പഞ്ചറായി. അങ്ങനെ ടയർ പഞ്ചറൊട്ടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. ഇന്നെല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് മഴയും കൊണ്ടും വണ്ടിയും സൈഡായി എല്ലാം കൂടി പഞ്ചറൊട്ടിച്ച് തിരിച്ചു കേട്ടോ. കരയല്ല കേട്ടോ. 2013 തൊട്ടിട്ട് 16 വരെ അങ്ങണ്ടാന്ന് തോന്നുന്നു. 16 17 അല്ലെങ്കിൽ 18 വർഷമാണ് പറയുന്നത്. അത്രയും കാലം ഞാൻ 2 വീലർ മാത്രം ഉപയോഗിച്ച ഒരാളാണ്. അപ്പോഴത്തെ കാലത്തൊക്കെ ഈ പറഞ്ഞ ചെക്കിങ്ങൊക്കെ വളരെ ചുരുക്കം, എവിടെയെങ്കിലും മറ്റേ ചെക്കിങ് ഉണ്ടായാലായി. അപ്പോൾ ആ ഒരു കാലത്തൊക്കെ ചെക്കിങ് ഉണ്ടെന്ന് കാണിക്കും. മറ്റേ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർ ലൈറ്റിട്ട് കാണിക്കുമല്ലോ. അപ്പോൾ വണ്ടി സൈഡാക്കും, ഡിക്കി തുറക്കും, ഹെൽമെറ്റ് എടുത്തിടും, പോകും. ഇന്ന് നമ്മുടെ നമ്മുടെ എന്താ പറയുക, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ പോലും ഈ കമ്പനി ഹെൽമെറ്റിൻ്റെ വെയിറ്റേ എൻ്റെ പൊന്നോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അവൻ ബുള്ളറ്റും കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണ് അവന് ഇവിടെ കൊണ്ടുത്തന്നത്. എനിക്കതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലെത്തി ഗുളിക കുടിച്ചതാണ്. എൻ്റെ കണ്ണൊക്കെ ചോക്കുന്നുണ്ടോ? തലവേദന വന്നു. എൻ്റെ തലയിൽ എന്തോ എടുത്ത് വെച്ചതിൻ്റെ മാതിരി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, എത്രയോ കാലം ഞാൻ 2 വീലർ ഓടിച്ചെങ്കിലും ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ടൗണിലേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടാവുക
ടൗണെത്തുന്നതിൻ്റെ മുമ്പ് എടുത്തിടും. കഴിഞ്ഞെന്ന് തോന്നിയാൽ അന്നൊക്കെ ആ പോലീസുകാരെ കണ്ണിൽ പൊടി ഇടുക എന്ന് മാത്രമായിരുന്നല്ലോ. ഇന്ന് മുക്കിലും മൂലയിലും ആണെങ്കിൽ ക്യാമറകളാണ്, ചെക്കിങ്ങാണ്. അതിനെക്കാട്ടിലുപരി പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ റോഡ് നിറയെ വണ്ടിയാണ്. പണ്ടത്തെ കാലം പറയുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ, പൂനൂർ, എൻ്റെ നാട്ടിൽ വേണ്ട, കൊയിലാണ്ടി ഇവിടുത്തെ ഈ ഭാഗത്താണെങ്കിലും 2013 ടൂ വീലർ ഓടിക്കുന്ന, എന്താ പറയുക, വളരെ ചുരുക്കം ലേഡീസേ ഓടിക്കാറുള്ളായിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. അന്നത്തെ എൻ്റെ പേര് വായാടി, തൻ്റേടി, അഹങ്കാരി, എന്തൊക്കെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടതെന്നറിയോ? ആ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ഇപ്പം 2 ആളാണെങ്കിലും 3 ആളാണെങ്കിലും ആ 3 ആൾക്കും ഇപ്പോൾ വണ്ടിയുണ്ട്. അപ്പം ഇപ്പം അവരാരും വായാടിയും തൻ്റേടിയൊന്നും അല്ലേ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ആ കാലത്ത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ റോഡുമേലൊക്കെ വാഹനം കുറവായിരുന്നു. ഇന്നൊരു വീട്ടിൽ ഒരു 5 ആളുള്ള വീടാണെങ്കിൽ അതിൽ 4 ആൾക്കും വണ്ടി ഉണ്ടാവും. ആ 4 ആളും വണ്ടി എടുത്ത് രാവിലെ പുറത്തിറങ്ങും. അതുകൊണ്ട് പണ്ടത്തെ മറ്റേ റോഡല്ല ഇപ്പോഴത്തെ റോഡ് എന്ന് പറഞ്ഞതിൻ്റെ മാതിരിയാണ്. പക്ഷേ ഇന്നത്തെ റോഡ് ഒത്തിരി ബെറ്ററാട്ടോ. എന്നാലും ഭയങ്കരമായിട്ട് ആ കാലത്തൊന്നും അങ്ങനെ ആർക്കും വണ്ടി ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നില്ല കേട്ടോ, ഞാനൊക്കെ അമ്മച്ചി. അപ്പം ആ കാലത്ത് ഞാൻ പെൺകുട്ടിയായിരുന്നല്ലോ. അപ്പോൾ അന്ന് എന്നെ പറ്റി പറഞ്ഞ ആൾക്കാരുടെയൊക്കെ വീട്ടിൽ 2-3 പെൺകുട്ടികളുള്ളവർക്ക് ഒക്കത്തിനും വണ്ടിയുണ്ട്. അവരെന്താ അഹങ്കാരിയും തൻ്റെ ഇടി ആവാത്തതെന്നാണ് ഞാൻ നോക്കുന്നത്. ഏതായാലും ഞാൻ വണ്ടി ഓടിച്ചു. അല്ല, ഞാനല്ല കേട്ടോ, നേരെ മറിച്ച് വണ്ടി ഓടിച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇത്ര വിഷയമില്ലായിരുന്നു. പക്ഷേ ആശാനുള്ളത് കൊണ്ട് ആശാൻ എന്നെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല, പേടിയാണ്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും ടാട്ടന് കയറാൻ, അത് നല്ല പേടിയാണ് എൻ്റെ വേഗം കുതിക്കാൻ. അതുകൊണ്ടാണ് വണ്ടി ഓടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇത്ര വിഷയമില്ലായിരുന്നു. പിന്നെ പോരാത്തതിന് ടയറ് മുട്ടയായി കിടക്കുക, അപ്പോൾ കുറച്ച് കെയർ തന്നെ ഉണ്ടാവുകയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു 2 വീലർ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മോൻ ചോദിക്കുന്നത്, എന്തിനാ അമ്മ 2 വീലർ എടുക്കുന്നത്? നല്ല 2 വീലർ നന്നാക്കിച്ചാൽ പോരെ. എൻ്റെ 2 വീലർ ഫസീനോ അരുണിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് കിടക്കുക കേട്ടോ ഏതോ കാലത്ത്. അപ്പോൾ ചെറിയ ലോക്കലോട്ടത്തിനൊക്കെ 2 വീലറായി ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് നല്ലത്. പക്ഷേ പൊല്യൂഷൻ വിചാരിക്കുമ്പോൾ എൻ്റെ പപ്പ എന്താ പറയുക, ബൈക്ക് പറയും. അപ്പം അങ്ങനെയാണ്. ഏതായാലും വീട്ടിലെത്തി തലവേദനയായി, ഗുളിക കുടിച്ചു. ഹെൽമെറ്റ് ഒന്ന് തൂക്കി നോക്കണം എത്ര കിലോ ഉണ്ടെന്ന്. പക്ഷെ ലൈറ്റ് വെയിറ്റ് ഉണ്ടാവുമോ ഹെൽമെറ്റ്? എനിക്കറിയില്ല കേട്ടോ, എനിക്കിതിൻ്റെ മെത്തേഡ് അറിയില്ല. അറിയാണ്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ട്രോളാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഞാനിട്ടത് എൻ്റെ പൊന്നോ, ലോറി കയറിയാലും ആ ഹെൽമെറ്റ് അതേപോലെ തന്നെ ഉണ്ടാവും. ആച്ചാതി. ഓ, വിചാരിച്ചുകൂടെ തമ്പുരാനേ. ഉള്ളിയരിങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ഹെൽമെറ്റ് ഊരി. MVD പിടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. മറ്റേ ഇവരുണ്ടാവുമല്ലോ, എന്താ MVD അല്ല, നമ്മുടെ റോഡിൻ്റെ ആളെ പേര് മറന്നു, അവരുണ്ടാവും. കണയങ്കോട്, കണ്ണൂർ ആ ഭാഗത്തൊക്കെ. ഞാൻ വിചാരിച്ച് ഫൈൻ കൊടുത്താലും വേണ്ടിയില്ല, പറ്റുന്നില്ലാന്ന്. പറഞ്ഞില്ലേ, ഒരുപാട് കാലത്തിന് ശേഷം ഇത്ര ലോങ് വണ്ടീൻ്റെ മുകളിൽ പോകുന്നത്. ഉള്ളിയേരി തെറ്റോളം ഏറിപ്പോൾ ഒരു 10 കിലോമീറ്റർ പരിധിയിൽ ഇങ്ങനെ വട്ടം ചുറ്റുക എന്നല്ലാതെ ഇത്ര ലോങ് മഴയും ഒക്കെ കൊണ്ടിട്ട് പോയില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. എനിക്കൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊറിയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഫോയിൽ പേപ്പർ വാങ്ങിയിട്ട് എൻ്റെ മോൻ എവിടെയാണ് വെച്ചെന്നൊരു പിടുത്തവും കിട്ടാഞ്ഞിട്ടാണ്. ഇനി നാളെ കൊറിയർ ചെയ്യാം. അപ്പോൾ എല്ലാവരോടും